അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നമ്മളൊക്കെ എന്ത് പ്രതികരിച്ചിട്ടും എന്ത് കൊട്ടിഘോഷിച്ചിട്ടും അവൾ മുങ്ങി, അവൾ ദുബായിലേക്ക് മുങ്ങി, മുങ്ങാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു, അതിനുള്ള സമയമുണ്ടാക്കി കൊടുത്തു. ഒരു മനുഷ്യൻ്റെ മാനത്തിനും ജീവനും വിലയില്ലാതായിരിക്കുന്നു, തീരെ വിലയില്ലാതായിരിക്കും. ഇതിപ്പോൾ മുന്നോട്ട് ഇങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു വാർത്ത ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായിപ്പോയി. ഒരു ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് കുടുംബങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പോഴിതാ ആളെ കൊല്ലാനും തുടങ്ങി. ഒരു ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് ഒരു പാവം മനുഷ്യനെ, ഒന്നും അറിയാത്ത ഒരു പാവം മനുഷ്യനെയാണ് ഈ ഒരു പെൺകുട്ടി എന്താ പേര്? ഷംജിദ എന്ന ഈ ഒരു പെൺകുട്ടി ആ ഒരു മനുഷ്യൻ്റെ നാണവും മാനവും കെടുത്തി. പാവം ആ ഒരു മനുഷ്യൻ നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്തു. എത്ര പാവമായിരിക്കും ആ ഒരു മനുഷ്യൻ, നല്ലൊരു ജെന്റിൽമാനായ ഒരു മനുഷ്യൻ. എങ്ങനെ തോന്നി ആ പെണ്ണിന് ഇങ്ങനെ ചെയ്യാൻ? ആ ഒരു കുടുംബത്തോട് എന്ത് മറുപടിയാണ് നമുക്കൊക്കെ കൊടുക്കാൻ പറ്റുക? ഒരൊറ്റ നിമിഷം കൊണ്ട് ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഈ ആയുസ്സിൽ സമ്പാദിച്ച മാനാഭിമാനം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി വലിച്ചു കീറിയത്. എങ്ങനെ സഹിക്കാൻ പറ്റും? ആ മനുഷ്യനെപ്പറ്റി ഈ ഒരു പെണ്ണിന് എന്തറിയാം? എതിർക്കണം, ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ എതിർക്കണം. പക്ഷേ ഈ ഒരു രീതി ശരിയായില്ല. എല്ലാവരും ഒരുപോലെയല്ല. ഇതുപോലൊരു അനുഭവം മൊബൈലിൽ ഷൂട്ട് ചെയ്തത് തെറ്റല്ല, ഉപയോഗിച്ച മാർഗമാണ് ഏറ്റവും വലിയ തെറ്റായിപ്പോയത്. പ്രതികരിക്കണമായിരുന്നു ആ ഒരു സമയത്ത്. എന്തെന്നായാലും ആ ഒരു പാവം മനുഷ്യൻ മരണപ്പെട്ടു. ആ അമ്മയുടെ കരച്ചിലാണ് തീരെ സഹിക്കാൻ പറ്റാതായത്. മുത്തേ മുത്തേ എന്ന് വിളിച്ച് കരയുന്നത് കേട്ടപ്പോൾ നെഞ്ചൊന്നു പിടഞ്ഞുപോയി. പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മാനാഭിമാനം ഇല്ലെങ്കിൽ, കുടുംബത്തിൽ പിറന്നിട്ടില്ലെങ്കിൽ ഇതായിരിക്കും ഗതി. ഈ പെണ്ണിനെതിരെ ഇതുവരെയായിട്ട് FIR പോലും ഇട്ടിട്ടില്ലത്രേ. പെണ്ണ് മുങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, നിയമം വെറുതെ വിട്ടാലും ഇവിടുത്തെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇളകിയിരിക്കുകയാണ് ജനങ്ങൾ. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഒരുപാട് പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ടതാണ്. നാളെ ആ കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളുടെ മാനസിക നില തെറ്റാൻ അധിക നേരമൊന്നും വേണ്ട. ഡിപ്രഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഒരുപാട് പാടാണ്. ആ ഒരു നിമിഷം എന്താണ് തോന്നുക എന്ന് നമുക്ക് പോലും അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടെ എനിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത് ഈ ഉമ്മയുടെയും 2 മക്കളുടെയും മരണമാണ്. ഈ ഒരു വാർത്ത ഇന്നലെ കേട്ടപ്പോൾ ഉറങ്ങാൻ സാധിച്ചില്ല. ഈ വാർത്ത കേട്ട് ഒരു നാട് തന്നെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പടച്ചറപ്പേ. മക്കളെ തനിച്ചാക്കി പോകാൻ ആ ഉമ്മക്ക് സാധിച്ചില്ല. 2 മക്കളെയും കൊണ്ട് പോയിരിക്കുക അങ്ങ് പടച്ച റബ്ബിലേക്ക്. എത്ര വേദനിപ്പിക്കുന്ന വാർത്തയാണിത്. ഈ ഉമ്മയും മക്കളും മരണപ്പെട്ടിരിക്കുന്നത് കുളത്തിൽ മുങ്ങിയാണ്. മലപ്പുറം പാറപ്പൂരിലാണ് ഈ ഒരു സംഭവം നടന്നത്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഉമ്മയും 2 മക്കളുമാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു കുടുംബം തന്നെ ഇല്ലാതായില്ലേ? മരണപ്പെട്ടത് വീണാലുങ്ങൽ സ്വദേശി സൈനബ 40 വയസ്സ്, അവരുടെ മക്കളായ ഫാത്തിമ ഫർസീല 16 വയസ്സ്, ആഷിഖ് 22 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഉച്ചക്ക് 2:15 വീടിന് സമീപത്തെ പാടത്തുള്ള കുളത്തിൽ വസ്ത്രമലക്കാനും കുളിക്കാനും ഇറങ്ങിയതായിരുന്നു ഇവർ. എന്നാൽ വൈകുന്നേരം 4:30 മണിയോടെ അതുവഴി കടന്നുപോയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഫാത്തിമ ഫർസീല എന്ന ആ പൊന്നുമോളെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. അങ്ങനെ തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. അങ്ങനെയാണ് ഉമ്മ സൈനബയെയും മകൻ ആഷിഖിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മക്കളെ തനിച്ചാക്കാതെ ഉമ്മ ആ മക്കളെയും ചേർത്ത് പിടിച്ചു. വല്ലാത്തൊരു വിധിയായിപ്പോയി പടച്ചറബ്ബേ. ഇതുപോലുള്ള വേദനകൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ലേ റബ്ബേ. ആ ഉമ്മക്കും മക്കൾക്കും നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള വേദനകൾ നമുക്ക് തരലേ റബ്ബേ. സഹിക്കാൻ പറ്റില്ല റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഒരു കുടുംബമാണ് റബ്ബേ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും
ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.